വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തത് മോദിയുടെ ശക്തി ക്ഷയിച്ചോ എന്നുള്ളതാണ്. തെറിവിളികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന് നല്ല സ്വീകാര്യതയാണ് ആ വീഡിയോയ്ക്ക് ലഭിച്ചത്. അത് ഒരുപാട് പേർ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു. ചില ആൾക്കാർ യോഗി ആദിത്യനാഥിനെയൊക്കെ പുകഴ്ത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെ. ഇത്തവണ നമ്മൾ ബി.ജെ.പിയുടെ തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ബി.ജെ.പിക്ക് ഒരു ദേശീയ അധ്യക്ഷൻ വരണം ഇനി, അല്ലെ? ഇപ്പോ ബി.ജെ.പിക്ക് ഒരു ദേശീയ അധ്യക്ഷൻ വരണമെന്ന് പറയുമ്പോൾ അത് ആരായിരിക്കും എന്നുള്ള ചോദ്യം ഭയങ്കരമായി നിൽക്കുകയാണ്. വസുന്ധര രാജെ ആയിരിക്കുമോ ദേശീയ അധ്യക്ഷയായി വരുന്നത് എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. കാരണം സ്ത്രീകൾക്ക് ഇപ്പൊ ബി.ജെ.പി വലിയ രീതിയിലുള്ള പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലുള്ള ഒരു അഴിച്ചുപണിയാണ് ബി.ജെ.പി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നരേന്ദ്രമോദി വന്നപ്പോഴുള്ള ഒരു പുതുമ ഇപ്പോൾ ബി.ജെ.പിക്ക് ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള യുവാക്കളെ ആകർഷിക്കാനും ഇനിയുള്ള രാഷ്ട്രീയ അജണ്ടകൾ മെനയാനും ഇപ്പോൾ ഉള്ള യുവത, അതായത് ഇപ്പോഴുള്ള പുതു വോട്ടേഴ്സ്, ന്യൂ വോട്ടേഴ്സിനെ ആകർഷിക്കാനുമുള്ള ഒരു പദ്ധതിയാണ് ബി.ജെ.പി ആവിഷ്കരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നും പറയുന്നത്. അതായത് നരേന്ദ്രമോദി 2014 അധികാരത്തിൽ ഏറുമ്പോൾ അപ്പോഴുണ്ടായിരുന്ന ജനത കോൺഗ്രസിന്റെ ആ ഒരു ഭരണം കണ്ട, ആ ഭരണം അനുഭവിച്ച് ആ ഭരണത്തിന്റെ തിക്തഫലങ്ങളിലൂടെ കടന്നുപോയ ജനതയാണ് നരേന്ദ്രമോദിയെ വോട്ട് ചെയ്ത് അധികാരത്തിലേക്കിയത്. എന്നാൽ ഈ മൂന്നാമത്തെ ടേമിലേക്ക് വരുമ്പോൾ ഈ കോൺഗ്രസിന്റെ യാതൊരുവിധ അഴിമതിയും കാണാത്ത, രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ കട തുറക്കാനിരിക്കുന്ന ഒരു നല്ല ഒരു കുട്ടിയായിട്ടുള്ള ഒരു കോൺഗ്രസിനെ നാഴികയ്ക്ക് 40 വട്ടം ദളിതരെ മുഖ്യമന്ത്രിയാക്കണം, ദളിതരെ പ്രധാനമന്ത്രിയാക്കണം, ദളിതരെ സിനിമ ഫീൽഡിൽ ഇത്ര സംവരണം കൊടുക്കണം, ദളിതർക്ക് ആ ഫീൽഡിൽ കൊടുക്കണം, ഈ ഫീൽഡിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പറയുന്ന ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ വലിയ. ഈ ഇടയ്ക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ബഡ്ജറ്റിൽ ഹൽവ ഉണ്ടാക്കുന്ന ചടങ്ങ്, ഹൽവ ഉണ്ടാക്കുന്ന ചടങ്ങ്, ബഡ്ജറ്റിന് മുമ്പ് ഹൽവ ഉണ്ടാക്കി വിളമ്പും. ഹൽവ ഉണ്ടാക്കി വിളമ്പുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബഡ്ജറ്റ് അച്ചടിച്ച ആൾക്കാരെ ഇത്ര നാള് ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് അവരെ പണിയെടുപ്പിക്കുന്നത്, ഈ ബഡ്ജറ്റ് ചോരാതിരിക്കാൻ. അവസാനം ഒരു ചടങ്ങ് എന്ന പോലെ ഈ ഹൽവ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നതാണ്. ഇതിലെന്തുകൊണ്ട് ദളിതരില്ല എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ നിരക്ഷരരായിട്ടുള്ള, ഇവിടുത്തെ രാഷ്ട്രീയ ബോധം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഈ ന്യൂജൻ വോട്ടേഴ്സിന് തോന്നുമ്പോൾ ആ മനുഷ്യൻ പാവപ്പെട്ടവർക്ക് വേണ്ടി കിടന്ന് പ്രവർത്തിക്കുന്നത് നോക്കൂ എന്ന് വിചാരിക്കുന്ന ആ വോട്ടേഴ്സാണ് നരേന്ദ്രമോദിക്ക് ഇപ്പൊ ഭീഷണി. കാരണം നരേന്ദ്രമോദിക്ക് ഇവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ബി.ജെ.പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള, അതായത് യുവാക്കളെ ധാരാളം ഉൾപ്പെടുത്തുക, ഈ പുതിയ വോട്ടേഴ്സിന്റെ പൾസ് അറിയുന്ന സ്ത്രീകളെ ധാരാളം ഉൾപ്പെടുത്തുക. സ്ത്രീകളെ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലാണ് സ്ത്രീകളെ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഏകദേശം 50% സംവരണം കൊടുക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ചെയ്യുക, അങ്ങനെയുള്ള ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാകുന്നു. എന്തായിരിക്കും ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ബി.ജെ.പിയുടെ ഈ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ? ബി.ജെ.പി അടിമുടി മാറുകയാണോ, അല്ലെങ്കിൽ ബി.ജെ.പിയെ അടിമുടി മാറ്റുകയാണോ? പഴയ ആ ഒരു കൺവെൻഷൻ ആയിട്ടുള്ള നോംസിൽ നിന്നും, ആ കൺവെൻഷണൽ ആയിട്ടുള്ള ആ ഒരു കെട്ടുപാടുകളെല്ലാം പൊട്ടിച്ച് ബി.ജെ.പി പുറത്തേക്ക് വരിക? നമ്മള് ഈ ബി.ജെ.പി എന്ന പാർട്ടി ഈ വളരെ സജീവമായിട്ട് നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ സംഘടനാപരമായ സ്ട്രക്ചറാണ്. അത് എപ്പോഴും ഇവർ അഴിച്ചു പണിതുകൊണ്ട് ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. നമ്മൾ പരമ്പരാഗതമായി നമ്മൾ ഇന്ന് വരെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നേതാവ് വരുന്നു, അതിന്റെ അടുത്തത് അതിന് തൊട്ട് സീനിയേഴ്സ് നേതാവ് വരുന്നു, അങ്ങനെയാണ് വരുന്നത്. പക്ഷെ കോൺഗ്രസിന് സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു മുതിർന്ന നേതാക്കന്മാരുടെ നിര കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് തൊട്ട് താഴെയുള്ള നേതാക്കന്മാർ ഇല്ലാതെ പോയതാണ് കോൺഗ്രസിന്റെ അപജയം. ബി.ജെ.പി സംബന്ധിച്ച് അവരെല്ലാ കാലവും അവരുടെ നേതൃത്വ നിരയിൽ ഒരു 7 ലെയർ നേതാക്കന്മാർ നിൽക്കുകയാണ്. 7 ലെയർ. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് മുരളി മനോഹർ ജോഷിയും എൽ.കെ. അദ്വാനിയും അടങ്ങുന്ന ഒരു ലെയറാണ്. അതിന് തൊട്ട് താഴെ നരേന്ദ്രമോദി, രാജ്നാഥ് സിംഗ് അടങ്ങുന്ന ഒരു ലെയർ. അതിനും താഴെയാണ് ഈ പറയുന്ന അമിത്ഷാ തുടങ്ങിയവരുടെ ലെയർ. പിന്നീട് നിർമ്മലാ സീതാരാമൻ തുടങ്ങിയവരുള്ളത്. അതിന് താഴെ സ്മൃതി ഇറാനിയെ പോലുള്ളവർ, ഏറ്റവും താഴെ തേജസ്വി സൂര്യയെ പോലുള്ളവരുടെ ഒരു ലെയർ. ഇങ്ങനെ ഒരു നിരയായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു ഭാഗം മുകളോട്ട് മാറിക്കഴിയുമ്പോൾ അടുത്തത് അങ്ങോട്ടേക്ക് കയറുക. ഇതാണ് അവരുടെ ഒരു രീതി. അത് മാത്രമല്ല, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ പോകുന്നത്. 2014 തൊട്ട് നരേന്ദ്രമോദിയുടെ ഒരു നോക്കിക്കഴിഞ്ഞാൽ ധനുഷ് ആദ്യം പറഞ്ഞ ഏറെക്കുറെയൊക്കെ ശരിയാണ്. കാരണം 2014 മുതൽ 2024 വരെ നമ്മൾ കണ്ട പ്ലെയേഴ്സ് ഒക്കെ, അതായത് നാഷണൽ ലെവലിൽ കണ്ട പ്ലെയേഴ്സ് ഒക്കെ ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെ ആയിരുന്നു. അമിത്ഷാ, നദ്ദ, ആ ഒരു ഇതായിരുന്നു പാർട്ടിയുടെ അധ്യക്ഷന്മാരായിട്ട് നിൽക്കുന്നതും. ഏറെക്കുറെ ചില സംസ്ഥാനത്തെങ്കിലും അവരുടെ നേതാക്കന്മാർ അതൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഈ അവര് ഒരു വലിയ കാര്യം ചെയ്തിരുന്നു. അവരുടെ മുഖ്യമന്ത്രിമാരെയൊക്കെ ഒരു 65 വയസ്സിന് താഴത്തേക്കുള്ള മുഖ്യമന്ത്രിമാരാക്കി. ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിമാരുടെ പ്രായം നമ്മൾ പരിശോധിച്ചാൽ 60. കാരണം ഇവരുടെ ഒരു
75 വയസ്സ് കഴിഞ്ഞവര് ജനപ്രതിനിധികളായിട്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കരുത് ഒരു നയം തന്നെ ഇവര്, അത് നരേന്ദ്രമോദി തന്നെ കൊണ്ടുവന്നൊരു സംഭവമാണ്. അങ്ങനെ ഇല്ല, അതിനകത്ത് അവര് ചില ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. യെദ്യൂരപ്പ മുഖ്യമന്ത്രി ആയപ്പോൾ 77 വയസ്സുണ്ടായിരുന്നു. യെദ്യൂരപ്പയ്ക്ക് ഒരു ഇളവ് കൊടുത്തു. നമ്മുടെ ശ്രീമാൻ രാജഗോപാൽ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനും ഈ 75 വയസ്സെന്നുള്ള പ്രായപരിധി എടുത്തു കളഞ്ഞു. അങ്ങനെ ചില ഇളവുകൾ നൽകുന്നുണ്ട്. നിയമമില്ല, പക്ഷെ അവരുടെ ഒരു ഉള്ളിലുള്ള ഒരു ഇത് 70. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിരുന്നത്, ഗുജറാത്തിലാണ് വന്നതെങ്കിൽ പോലും ഈ 60 വയസ്സ് കഴിയുകയും 2 തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കാൻ ചെയ്തവര് ഇനി മുതൽ BJP മത്സരിക്കാൻ സീറ്റ് തരില്ല എന്ന് പറഞ്ഞിട്ട് നിയമമുണ്ട്. അപ്പോ ഇപ്പോൾ അവർ എടുത്തു വെച്ചിരിക്കുന്ന അവരുടെ മുഖ്യമന്ത്രിമാരെല്ലാവരും തന്നെ ഏതാണ്ട് ഒരു 65 വയസ്സിന് താഴെയുള്ളവരാണ്. അത് ഹിമന്ത് ബിശ്വ ശർമ്മ ആയാലും യോഗി ആദിത്യനാഥ് ആയാലും നമ്മുടെ മറ്റേ ഹരിയാന മുഖ്യമന്ത്രി ആയാലും ഒക്കെ അവരുടെ എല്ലാ മുഖ്യമന്ത്രിമാരെയും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും മാത്രം ഇതിനകത്ത് 70 വയസ്സ് 70 വയസ്സുള്ള ഒരു മുഖ്യമന്ത്രി, എനിക്ക് തോന്നുന്നത് ത്രിപുരയിലെ മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു, മാണിക് സാഹ മാത്രമാണ് 71 വയസ്സുള്ള മുഖ്യമന്ത്രി. ബാക്കി എല്ലാവരും അതിന് താഴെ നിൽക്കുന്ന മുഖ്യമന്ത്രിമാരാണ്. ഏകദേശം ചെറുപ്പം എന്ന് പറയാം. വേണമെങ്കിൽ ഒരു 3 ടേം വരെയൊക്കെ, 3-4 ടേം വരെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ മുമ്പോട്ട് നയിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ഇപ്പോൾ ഉള്ള മുഖ്യമന്ത്രിമാർ. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. സീനിയർ പോസ്റ്റ് ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കുകയും പാർട്ടി നേതാവാക്കുകയും ചെയ്യുമായിരുന്നു. ഇത് കഴിയുമ്പോഴത്തേനും ഒരു വലിയ ശൂന്യത വരും. കാരണം അയാൾക്ക് പിന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല. അദ്ദേഹം ഒരു 70-75 വയസ്സിലൊക്കെ ആയിരിക്കും ഈ ഒരു പദവിയിലേക്ക് എത്തുന്നത്, മുഖ്യമന്ത്രി പദവിയിലേക്ക് ഒരു 70-75 വയസ്സ്. പിന്നെ അദ്ദേഹത്തിന് അധികം സ്പേസ് ഇല്ല. പിന്നെ അദ്ദേഹത്തിന്റെ അനാരോഗ്യ പ്രശ്നങ്ങൾ വരും. ഇതൊക്കെ മാറ്റിക്കൊണ്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇത്തവണ ഇതിന്റെ ഇടയ്ക്ക് 2020 മുതൽ കോവിഡ് വന്നത് മൂലം ഇപ്പൊ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണെങ്കിൽ സുരേന്ദ്രൻ 2ാം ടൈമും വീണ്ടും വരാനുള്ള കാരണം ഈ കോവിഡ് മൂലം 2-3 വർഷം സംഘടനാ തെരഞ്ഞെടുപ്പൊന്നും നടന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJPയുടെ നിയമം അനുസരിച്ച് രാജ്യത്തെ പകുതി സംസ്ഥാനങ്ങളിൽ അവരുടെ പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇവരുടെ ദേശീയ അധ്യക്ഷനെ മാറ്റി പുതിയ ദേശീയ അധ്യക്ഷനെ കൊണ്ടുവരാനുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ തുടങ്ങും. നിലവിൽ JP നദ്ദയുടെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല BJPയുടെ ഒരു തിയറി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരാൾക്ക് ഒരു സ്ഥാനം എന്നുള്ളതാണ്. നിലവിൽ ഇപ്പൊ JP നദ്ദ കേന്ദ്രമന്ത്രിയാണ്, അതുകൂടാതെ BJPയുടെ അധ്യക്ഷനുമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥാനമേ പറ്റൂ. അപ്പോ നമുക്കറിയാം അമിത്ഷാ ഇതിനു മുമ്പ് അധ്യക്ഷനായിരുന്ന ഒരു കാലം നമുക്കറിയാം. അപ്പം JP നദ്ദ സ്വാഭാവികമായും JP നദ്ദയെ മന്ത്രി ആക്കിയപ്പോഴേ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു JP നദ്ദയുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം BJP. അപ്പൊ ആ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്ന പേരുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ പേരായിരുന്നു. പക്ഷെ ദേവേന്ദ്ര ഫഡ്നാവിസ് വലിയ വിജയത്തോടെ മഹാരാഷ്ട്ര ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ആ പേരിന് വലിയ പ്രസക്തിയില്ല. പിന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ശിവരാജ് സിംഗ് ചൗഹാന്റെ പേരാണ്. അദ്ദേഹം മികച്ച ഒരു സംഘാടകനാണ്. ഒരുപക്ഷെ BJP പ്രധാനമന്ത്രി പദത്തിലേക്ക് പോലും മുൻപ് അവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. നിതിൻ ഗഡ്കരി, ശിവരാജ് സിംഗ് ചൗഹാൻ, നരേന്ദ്രമോദി, അങ്ങനെയൊക്കെ ഉള്ള ഒരു ലിസ്റ്റ് അവർക്ക് 2017 മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ പ്രധാനമന്ത്രിയായിട്ട് പോലും അവർ പരിഗണിച്ചിരുന്ന ഒരു നേതാവാണ്, മികച്ച സംഘാടകനാണ്. എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ കഴിഞ്ഞ തവണത്തെ ആണെന്ന് തോന്നുന്നു ഈ മറ്റേ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ, അതിനൊരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഈ ശിവരാജ് സിംഗ് ചൗഹാൻ ആയിരുന്നു. ആ കമ്മിറ്റിയിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഒരു അംഗമായിരുന്നു. ഒരു വനിതാംഗമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു. 5 പേരുടെ ഒരു കമ്മിറ്റിയാണ് അവരൊക്കെ. അപ്പം പാർട്ടിയുടെ മികച്ച സംഘാടകനാണ്. അദ്ദേഹം വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇനി നേരെ മറിച്ച് വനിതകൾക്കാണ്, കാരണം വനിതകൾക്ക് ഇപ്പോൾ ഒരുപാട് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ വനിതകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വസുന്ധര രാജ സിന്ധ്യ വരുമോ എന്നുള്ള കാര്യം സംശയമുണ്ട്. കാരണം അവർ നിലവിൽ BJPയുടെ വൈസ് പ്രസിഡന്റ് ആണ്. BJPക്ക് 10 വൈസ് പ്രസിഡന്റുമാരാണ് ദേശീയ തലത്തിലുള്ളത്. അതിലിപ്പോ എല്ലാവരുടെയും മിക്കവരുടെയും കാലാവധി കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഉള്ള ആളുകളാണ് ഒന്ന് ഈ പറയുന്ന വസുന്ധര രാജ സിന്ധ്യ, മറ്റൊന്ന് അബ്ദുള്ളക്കുട്ടിയാണ്. അബ്ദുള്ളക്കുട്ടി സെൻട്രൽ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. അതായത് 2 പദവികളാണ് അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുന്നത്, വൈസ് പ്രസിഡന്റുമാണ്. അതുപോലെ തന്നെ താരിഖ് മൻസൂർ ഉണ്ട്. താരിഖ് മൻസൂർ എനിക്ക് തോന്നുന്നു കയറിയിട്ട് അധികം നാളായിട്ടില്ല, 1 വർഷവും മറ്റോ ആയിട്ടുള്ളൂ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയിട്ട്. അതുപോലെ തന്നെ രേഖാ വർമ്മയുണ്ട്, ശ്രീമതി രേഖാ വർമ്മ. രേഖാ വർമ്മ ഇപ്പോൾ BJP ഇപ്പൊ ദില്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. രേഖാ വർമ്മ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ രേഖാ വർമ്മ മുഖ്യമന്ത്രിയാകും എന്നൊക്കെയാണ് BJPയിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്, അറിയില്ല. ഏതായാലും നിലവിൽ അവര് പിന്നെ വൈസ് പ്രസിഡന്റ് ആണ് BJP. അപ്പൊ ഏതായാലും പ്രസിഡന്റ് മാറും, പ്രസിഡന്റ് മാറിയാൽ BJPയുടെ ഒരു ഭരണഘടന അനുസരിച്ച് അവരുടെ താഴെയുള്ള എല്ലാ കമ്മിറ്റികളും സംസ്ഥാന സമിതികളും തീർന്നു. അത് നിർജീവമായെന്നല്ല, അത് അവസാനിച്ചു എന്നുള്ളതാണ്. അധ്യക്ഷന്റെ പദം ഒഴിഞ്ഞു കഴിഞ്ഞു. അപ്പൊ പുതിയ അധ്യക്ഷൻ വരുന്നു. അപ്പോൾ സാധാരണ കേരളത്തിലൊക്കെ നടക്കുന്നത് ഒരു ഷഫലിംഗ് മാത്രമാണ്. സെക്രട്ടറി പ്രസിഡന്റ് ആകും, പ്രസിഡന്റ് സെക്രട്ടറി ആകും, ട്രഷറർ മറ്റേ കമ്മിറ്റി മെമ്പർ ആകും. ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ ദേശീയ തലത്തിൽ അങ്ങനെയല്ല, കുറച്ചുകൂടെ മാറ്റങ്ങളുണ്ട് അതിനകത്ത്. അപ്പോ ദേശീയ തലത്തിൽ തന്നെ നിലവിൽ നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റുന്ന 2 ഒഴിവുകളുണ്ട്. അതിലൊന്ന് ശ്രീ അബ്ദുള്ളക്കുട്ടിയുടെയാണ്.
മറ്റൊരു ഒഴിവ് ഈ രേഖാ വർമ്മയുടെയാണ്. കാരണം ഇവരുടെ കാലാവധി കഴിഞ്ഞു എന്ന് മാത്രമല്ല, രേഖാ വർമ്മ ഇപ്പോൾ ഓൾറെഡി ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഈ ഒരു ഒഴിവിലേക്ക് കേരളത്തിന് ഒരു പ്രാധാന്യം കിട്ടും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സോഴ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയൊക്കെ പി സി ജോർജിനെയാണ് പരിഗണിക്കുന്നത് എന്നുള്ള ചില വാർത്തകളും വരുന്നുണ്ട്. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ ആ വാർത്ത നൽകിയിരുന്നു. ചില സോഴ്സുകളിൽ നിന്ന് ഉം. ലഭ്യമായ വിവരം അനുസരിച്ചാണ് കൊടുത്തത്. അതിനുള്ള ഉം. സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഈ ശ്രീ അബ്ദുള്ളക്കുട്ടിയെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അത് ഈ സുന്നി വിഭാഗത്തിനിടയിൽ നിന്നുള്ള ഒരു ലീഡർ എന്ന നിലയിലായിരുന്നു അത് വന്നിരുന്നത്. കാരണം മുസ്ലിം ലീഡർ എന്നുള്ള ഒരു നിലയിലേക്കല്ല. അതിന് ബി ജെ പിക്ക് ധാരാളം മുസ്ലിം നേതാക്കൾ വേറെ ഉണ്ട്. അപ്പോ ഈ സുന്നി വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് എന്ന ഒരു പരിഗണനയാണ് കൊടുത്തത്. അതിൽ തന്നെ ഈ വൈസ് പ്രസിഡന്റുമാര് 10 പേരിൽ 2 പേര് മുസ്ലിം. അബ്ദുള്ളക്കുട്ടിയുണ്ട്, താരിഖ് മൻസൂറും ഉണ്ട്. അപ്പം അബ്ദുള്ളക്കുട്ടി, അപ്പം സ്വാഭാവികമായി അബ്ദുള്ളക്കുട്ടി ക്ക് അങ്ങനെ മാറുകയും അവിടേക്ക് മലയാളി കൂടിയായ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന പി സി ജോർജിന് ഒരു അത്തരത്തിലൊരു സ്ഥാനം ലഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് വലിയൊരു പ്രാതിനിധ്യം തന്നെ ഇത്തവണ ഉണ്ടാകുമെന്ന് ഒരു സംശയമുണ്ട് ദേശീയ തലത്തിൽ. കാരണം ശ്രീ വി മുരളീധരൻ ദേശീയ ജനറൽ സെക്രട്ടറി, അല്ല സോറി, ദേശീയ സെക്രട്ടറിയോ ജനറൽ സെക്രട്ടറി ആ ഒരു പോസ്റ്റിലേക്ക് പോകും എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം ആന്ധ്രയുടെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഉം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് ഇപ്പൊ ഈ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയുടെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പൊ ഉം. സ്വാഭാവികമായും അദ്ദേഹം ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ, കാരണം വളരെയധികം ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ കേരളത്തിൽ നിന്നുള്ള നമുക്ക് ഏറ്റവും ആദ്യം പറയാൻ കഴിയുന്ന നേതാവ് ശ്രീ വി മുരളീധരനാണ്. അപ്പോ ഉം. അദ്ദേഹത്തിന് അവിടെ പ്രവർത്തിച്ച് പരിചയമുണ്ട്. ലാംഗ്വേജുകൾ അനവധി കൈകാര്യം ചെയ്യാൻ അറിയാം. പിന്നെ ഭരണപരമായ ഉള്ള പരിചയങ്ങളുണ്ട്, പൊളിറ്റിക്കലി ഉള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ട് അദ്ദേഹം ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതോടൊപ്പം തന്നെ ഇവര് കഴിഞ്ഞ കുറെ നാളുകളായി ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ നമ്മുടെ തെലുങ്കാന, ബി ജെ പി ഒരുപാട് ഒറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് തെലുങ്കാന എന്ന് പറയുന്നത്. നമ്മുടെ അവിടെ സഞ്ജയ് ബണ്ടി ആയിരുന്നു അവിടുത്തെ, സഞ്ജയ് കുമാർ ബണ്ടി അവിടുത്തെ അധ്യക്ഷൻ. വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഒരു അധ്യക്ഷൻ കൂടിയായിരുന്നു ബി ജെ പി അധ്യക്ഷൻ. അദ്ദേഹത്തെ മാറ്റി കേന്ദ്രമന്ത്രി ആക്കിയിട്ടുണ്ട്. അവിടെ കേന്ദ്രമന്ത്രി ആയിരുന്ന കിഷൻ റെഡ്ഡിയാണ് ഇപ്പോൾ അവിടുത്തെ അധ്യക്ഷന്റെ പദവി കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ അവിടെ ഒരു പുതിയ അധ്യക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലേക്ക് പോകുമ്പോൾ അവിടുന്ന് പുരന്തേശ്വരി ആയിരുന്നു അവിടെ ബി ജെ പിയുടെ അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്ന ഒരു വനിത എന്ന് പറയുന്നത്. നിലവിൽ എനിക്ക് തോന്നുന്നത് ഈ സമീപകാലത്ത് ഒരു വനിത മാത്രമായിരുന്നു ബി ജെ പിയുടെ അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ഇവര് മറ്റേ തമിഴ്നാട്ടിൽ നിന്നുള്ള ഡോക്ടർ തമിഴരസി സൗന്ദര്യാജ് തമിഴിസൈ എന്ന് പറയുന്നത് സൗന്ദരരാജൻ. സൗന്ദര്യാജ് ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഈ പുരന്തേശ്വരി അണ്ണാമലൈ അവിടെ മാത്രമാണ്. തുടരില്ലേ? അണ്ണാമല അവിടെയും ഒരു 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 വിഷയം വരുന്നുണ്ട്. അത് നമ്മൾ തന്നെ മുമ്പ് ഒരു സോഴ്സിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിന്റെ പ്രധാന കാര്യം, അണ്ണാമലയെ മാറ്റിക്കൊണ്ട്, അണ്ണാമലയെ കേന്ദ്ര മന്ത്രി പദവി കൊടുത്തുകൊണ്ട് എൽ മുരുകൻ വീണ്ടും അവിടേക്ക് വരുന്നു. കാരണം എൽ മുരുകൻ വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നല്ലതെന്ന് ബി ജെ പിക്കകത്ത് ഒരു ചർച്ച നടക്കുന്നുണ്ട്. കാരണം ഈ ADMK-യുമായിട്ട് വീണ്ടും ഒരു രമ്യതപ്പെട്ട് പോകാനായിട്ട് ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ 2026 വരുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും സഖ്യം രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. നിരവധി സാഹചര്യത്തിൽ അണ്ണാമലയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ADMK ആയിട്ടുള്ള സഖ്യത്തിലേക്ക് ബി ജെ പിക്ക് പോകാൻ പ്രയാസകരമായിരിക്കും. പക്ഷെ അതും എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം അണ്ണാമലയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടു. സ്റ്റേറ്റ്മെന്റ് എന്നല്ല, ഒരു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി ആയിട്ട് പറഞ്ഞത്, ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ആരുമായിട്ടും കൂട്ടുകൂടാൻ ഉള്ള വഴികളുണ്ട്. മീൻസ് ആരുമായിട്ടും ഞങ്ങൾക്ക് കൂട്ടുകൂടാൻ കഴിയും. അത് DMK, അദ്ദേഹം എടുത്തു പറഞ്ഞതെന്നാണ്. DMK ഉണ്ട്, പിന്നെ ഈ DMK എതിർക്കുന്ന 7 പാർട്ടികൾ വേറെയുമുണ്ട്. ആരുമായിട്ടും ഞങ്ങൾക്ക് കൂട്ടുകൂടാൻ കഴിയും. അതിന് തീരുമാനം എടുക്കുന്നത് സെൻട്രൽ കമ്മിറ്റിയാണ്. ദേശീയ നേതൃത്വം പറഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്യുമെന്ന് പറയുന്നു. ഏതാണ്ട് ഒരു മഞ്ഞുരുക്കലിന്റെ ഇതിലാണ്. ഇനി 2026 ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഇതിൽ ആരുടെ കൂടെ ആണെന്നുള്ള കാര്യം ഇപ്പോഴും അവ്യക്തമാണ്. ഒരുപക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് DMK-യുമായി സഖ്യം ഉണ്ടാക്കിയാലും ഞെട്ടാനൊന്നുമില്ല. അതുപോലെയാണ് ഇപ്പോഴും DMK-യും ബി ജെ പിയും നമ്മൾ തമിഴ്നാട്ടിലുള്ള പോക്ക് ആ രീതിയിലാണ്. മറ്റൊന്ന്, ADMK-യുമായിട്ട് സഖ്യത്തിൽ പോകും. ഏതായാലും ഇതിനകത്ത് വിജയെ പോലും അവർ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തമിഴ്നാട്ടിൽ അണ്ണാമലയെ മാറാനുള്ള സാഹചര്യം ഉണ്ട്. പക്ഷെ മാറുമോ എന്നറിയില്ല. കാരണം അണ്ണാമല ഒരു വലിയ യാത്ര പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷമാണ്. വലിയൊരു യാത്രയാണ്. അതായത് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ, ഓരോ ഗ്രാമത്തിലും ഒരു ദിവസം തങ്ങിക്കൊണ്ട് അവിടെ പ്രവർത്തകരെ കാണുക, ആ ഗ്രാമത്തെ കുറിച്ച് പഠിക്കുക. അങ്ങനെ തമിഴ്നാട്ടിലെ എല്ലാ ഗ്രാമങ്ങളും 2026-നകം ഓരോ ദിവസം വെച്ച് സഞ്ചരിക്കുന്ന ഒരു യാത്ര അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ യാത്ര തുടങ്ങാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതെല്ലാം കണക്കൂട്ടി വെച്ചുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുമോ എന്നറിയില്ല. പക്ഷെ സാധ്യതകൾ വളരെ കുറവാണ്. അണ്ണാമലെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട്
ഇവിടെ എൽമുരുകൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു മിതവാദിയായ ഒരു നേതാവാണ് BJP സംബന്ധിച്ച്. കാരണം അങ്ങനെ പുള്ളി ഈ അണ്ണാമലയെ പോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടോ സ്ട്രോങ് ആയിട്ടോ ഒന്നും പോകുന്നതല്ല. കാരണം തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മുന്നണി രാഷ്ട്രീയമാണ്. ഒറ്റയ്ക്ക് നിന്ന് ജയിക്കുക പ്രയാസകരമാണ്. മുന്നണി ബന്ധങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ. മുന്നണി ബന്ധം ഉണ്ടാക്കണമെങ്കിൽ അതിന് ഫ്ലെക്സിബിൾ ആയിട്ടൊരു നേതാവ് ഉണ്ടായേ പറ്റൂ. ഈ കടുംപിടുത്തം പിടിക്കുകയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തൊരു നേതാവുണ്ട്, മുന്നണി ബന്ധം പോകില്ല. കേരളത്തിലേക്ക് വരുമ്പോൾ എന്താണ് കേരളത്തിലെ അവസ്ഥ? സുരേന്ദ്രൻ കുറെ നാളായി കേരളത്തിൽ മാറും മാറും എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ സുരേന്ദ്രൻ എന്ന് പ്രതികരിക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ വെറും ജൽപ്പനങ്ങളാണ്, വെറും സാങ്കല്പികമായിട്ടുള്ള സൃഷ്ടികളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. 2026 അതായത് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ്, അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ സുരേന്ദ്രനെ മാറ്റാൻ തീരുമാനമില്ല എന്ന് കേന്ദ്ര ആ, നിർദ്ദേശം വന്നു എന്ന വാർത്തകളും നമ്മൾ കണ്ടു. സത്യമാണോ? സുരേന്ദ്രൻ മാറുക തന്നെ ചെയ്യും, മാറാതെ വഴിയില്ല. കാരണം വെച്ചാല് ഉം. ഒരു നിയമം ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരു നിയമമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കാലാവധി ഇപ്പൊ 5 വർഷം കഴിഞ്ഞ ജില്ലാ പ്രസിഡന്റുമാരെ എല്ലാം മാറ്റിയില്ലേ? 5 വർഷം കഴിഞ്ഞ ജില്ലാ പ്രസിഡന്റുമാരെ എല്ലാം മാറ്റി പുതിയ ആൾക്കാരെ റീപ്ലേസ് ചെയ്തു, കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് സുരേന്ദ്രൻ മാറാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ തന്നെ. അത് കഴിഞ്ഞാൽ കാരണം പുള്ളി എവിടെ അക്കോമഡേറ്റ് ചെയ്യും? അല്ല, അക്കോമഡേറ്റ് ചെയ്യുക ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് സുരേന്ദ്രൻ കർണാടകത്തിന്റെ ഒരു ഭാഗത്തിന്റെ, അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗത്തിൽ ചുമതല വഹിച്ചൊരു വ്യക്തി കൂടിയാണ് കെ സുരേന്ദ്രൻ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് കുടകൊക്കെ ഉൾപ്പെടുന്ന ഒരു മേഖലയുടെയൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഉണ്ടായത്. വി മുരളീധരൻ മറ്റുമൊക്കെ ഒരു സംസ്ഥാനത്തിന് പൂർണ്ണ ചുമതലയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ചുമതലയൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ പിന്നീട് പോയിട്ട് വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒരു ഓപ്ഷനാണ് പിന്നീടുള്ളത്. നമുക്കറിയാം നമ്മുടെ ഗവർണർ പദവി. മറ്റ് അതിനൊന്നും ഒരു നിലവിലത്തെ സാധ്യതകളൊന്നും തന്നെ നമുക്ക് കാണുന്നില്ല. കാരണം BJP സംബന്ധിച്ച് എന്തായാലും സുരേന്ദ്രനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ടിരിക്കുന്നെങ്കിൽ ഇരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കേരളത്തിൽ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ ഒരു വിജയം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ശരി, പിന്നെ BJP കേരളത്തിലെ സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ ആരായിരിക്കും വരാൻ പോകുന്നത് BJP? എന്തെങ്കിലും ഒരു സൂചന, അല്ലെങ്കിൽ ചേട്ടൻ ബിജുചേട്ടന് ഇന്ന ആൾ വന്നാൽ കൊള്ളാമായിരിക്കും എന്തെങ്കിലും ഉള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം? എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ BJPയുടെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമായി ചലിച്ചിരുന്നത് ശ്രീ വി മുരളീധരൻ അധ്യക്ഷനായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ. കാരണം കഴിഞ്ഞ ഒരു 10-26 വർഷമായിട്ട് ഈ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, വി മുരളീധരൻ മികച്ച ഒരു സംഘാടകൻ. അദ്ദേഹത്തിന്റെ സമയത്താണ് പാർട്ടി കുറച്ചുകൂടെ സജീവമായിരുന്നതും എപ്പോഴും പാർട്ടിക്ക് പരിപാടികളും മറ്റും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അദ്ദേഹം തുടർച്ചയായിട്ട് 2 ടൈം അധ്യക്ഷനായിട്ടിരുന്ന സമയമാണ്. ആ സമയത്തായിരുന്നു നമ്മുടെ O രാജഗോപാൽ ജയിച്ചത്. അന്ന് ഈ വി മുരളീധരനോട് മാധ്യമങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഒരു രാജഗോപാലേ ഉള്ളൂ, എവിടെ കൊണ്ടും ഈ രാജഗോപാലിനെ തന്നെയാണല്ലോ മത്സരിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് തോറ്റതിന് ശേഷം നേരെ അരുവിക്കരയെ കൊണ്ടിരുന്നു. അരുവിക്കര BJPക്ക് വേണ്ടി വോട്ടുള്ള സ്ഥലമല്ല, അവിടെയും കൊണ്ടുവന്ന് വി മുരളീധരൻ O രാജഗോപാലിന്റെ പേരാണ് ഇട്ടത്. അപ്പോഴാണ് മാധ്യമങ്ങൾ ചോദിച്ചത്, നിങ്ങൾക്ക് ഈ രാജഗോപാലേ ഉള്ളോ എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ സീനിയർ ലീഡറാണെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ആ എടുത്ത ഒരു നീക്കം പിന്നീട് ഫലം ചെയ്തു. നേമത്ത് O രാജഗോപാൽ ജയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ പിന്നീട് കണ്ടതാണ്. അതായത് നിരന്തരം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അദ്ദേഹത്തെ കുറെ അധികം പേരിലേക്ക് എത്തിക്കാൻ അങ്ങനെ ചില നീക്കങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കുറച്ച് സംഘടന ചലിച്ച സമയം വി മുരളീധരന്റെ സമയമായിരുന്നു. അതിന് ശേഷമോ അതിന് തൊട്ടു മുമ്പോ ഒന്നും ഇത്രത്തോളം സംഘടനയെ BJPയുടെ ഒരു സംഘടന ചലിച്ചു കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ സമരങ്ങളൊക്കെ വല്ലപ്പോഴും നടത്തുമെന്നുള്ളതല്ല. വി മുരളീധരൻ ഇരിക്കുന്ന സമയത്ത് ചെറുതും വലുതുമായിട്ടുള്ള അനവധി സമരങ്ങൾ BJP ഉണ്ട്. ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ്. ഇനിയിപ്പോ ദേശീയ തലത്തിലോട്ട് വരികയാണെങ്കിൽ ആരായിരിക്കും ദേശീയ തലത്തിൽ BJPയുടെ അധ്യക്ഷനാകാൻ പോകുന്നത്? രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് BJP ദേശീയ അധ്യക്ഷൻ ആരാണ്. അതൊരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഇപ്പം അതിന് ഒരുപാട് ഘടകങ്ങളാണ്. ഒരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഘടകങ്ങളാണ്. അതില് ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ ജാതിക്കും മതത്തിനും ഒന്നും പ്രാധാന്യമില്ലെങ്കിൽ പോലും കണക്ഷൻസിന് വലിയ പ്രാധാന്യമുണ്ട്. അവരാദ്യം നോക്കുന്നത് മികച്ച സംഘാടകനാണോ, ഒരു പ്രധാന ചോദ്യം തന്നെയാണ്. സംഘാടകനാണോ? പിന്നെ RSS പശ്ചാത്തലം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. RSS പശ്ചാത്തലം എന്ന് പറയുമ്പോൾ RSS പ്രചാരകനായിരിക്കണമെന്നില്ല. ABPയിലൂടെയോ അല്ലെങ്കിൽ RSSലൂടെയോ ഒക്കെ പ്രവർത്തിച്ച് സംഘടനയുടെ ഈ RSSന്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ സംഘടനയുടെ ബേസിക് ഉള്ള കാര്യങ്ങൾ അറിയാമോ എന്നുള്ളതാണ്, ആ തത്വശാസ്ത്രം അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കാണ് സാധ്യത കൂടുതൽ. അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മളിപ്പോ ഈ
ശ്രീ JP നദ്ദയൊക്കെ ഉണ്ട്. അദ്ദേഹം ഹിമാചൽ പ്രദേശുകാരൻ. ഹിമാചൽ പ്രദേശിൽ ആകെയുള്ള 4 ലോക്സഭാ സീറ്റാണ്. ആ സീറ്റിന്റെ ബലത്തിലായിരിക്കത്തില്ലല്ലോ നിൽക്കുന്നത്. അദ്ദേഹം ഒരു മികച്ച സംഘാടകനായിരുന്നു. ബീഹാറിന്റെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഉം. ABUPയുടെ അധ്യക്ഷനായിരുന്നു. അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപക്ഷെ ശിവരാജ് സിംഗ് ചൗഹാൻ വരുന്നു. പിന്നെ ഒരു ഉയർന്നു കേൾക്കുന്ന പേര് ശ്രീ രാജ്നാഥ് സിംഗിന്റെ പേരാണ്. സാധ്യതകൾ ഇല്ലാതില്ല. കാരണം രാജ്നാഥ് സിംഗ് RSSന് വളരെ പ്രിയപ്പെട്ട ഒരു നേതാവാണ്. രാജ്നാഥ് സിംഗിന്റെ രാജ്നാഥ് സിംഗ് അധ്യക്ഷനായിട്ട് ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്തും വളരെ പവർഫുൾ ആയിട്ട് BJP മുമ്പോട്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഒരു പദവി ഏറ്റെടുക്കുമോ ഇല്ല എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇപ്പോൾ അദ്ദേഹം പ്രതിരോധ മന്ത്രി ആയിരിക്കുന്നതുകൊണ്ട്. പിന്നെ നിതിൻ ഗഡ്കരിയെ ഏൽപ്പിക്കാൻ കഴിയുന്നതായിരുന്നു. പക്ഷെ നിതിൻ ഗഡ്കരിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് അദ്ദേഹം അത് കാരണം ഈ അധ്യക്ഷനാകുക എന്ന് പറഞ്ഞാൽ നിരന്തരം യാത്രകളും അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പൊ അതിനകത്ത് നിതിൻ ഗഡ്കരി അത് ഏറ്റെടുക്കുമോ എന്നറിയില്ല. പക്ഷെ നല്ലൊരു ഓപ്ഷനാണ്. BJP സംബന്ധിച്ച് നല്ലൊരു ഓപ്ഷനാണ്. നിതിൻ ഗഡ്കരി ഉണ്ട്, ഈ പറയുന്ന രാജ്നാഥ് സിംഗ് ഉണ്ട്, മികച്ച സംഘാടന ശിവരാജ് സിംഗ് ചൗഹാൻ ഉണ്ട്. ഇനിയിപ്പോ ഒരു വനിതയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് ധനുഷ് പറഞ്ഞ ഈ വസുന്ധര രാജ സിന്ധ്യയുടെ ഒരു ചാൻസ് കിടക്കുന്നത്. പക്ഷെ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ അവർ ഈ കേന്ദ്ര നേതൃത്വവുമായി വലിയ അകൽച്ചയിലുള്ള ഒരു വനിതാ നേതാവ് കൂടിയാണ് ഈ പറയുന്ന ഈ വസുന്ധര രാജ സിന്ധ്യ എന്ന് പറയേണ്ടി വരും. പിന്നെ ഇപ്പോൾ നിലവിൽ ഈ ഒരു ആളുകൾക്കൊക്കെയാണ് വളരെ ചാൻസ് കൂടുതൽ നമ്മൾ നോക്കുമ്പോൾ സീനിയർ. ഇനി BJP ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനും കഴിയില്ല. RSSന്റെ കോർ RSSകാരൻ ഒരുത്തൻ അധ്യക്ഷ പദവിയിലേക്ക് വന്നാൽ അത്ഭുതപ്പെടാൻ കഴിയില്ല. അതാണ്. ഓക്കെ, വളരെ നന്ദി ചേട്ടാ. താങ്ക് യു സർ.